എല്ലാരും ഉണ്ടല്ലോ. എന്താ പ്രശ്നം? എന്താ കാര്യം? പിന്നെ തന്റെ മോന്റെ പ്രശ്നം ഞാൻ മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാം ശരിയാവും. വലിയ ഉപകാരം സർ. ഉപകാരമൊക്കെ അവിടെ നിൽക്കട്ടെ. അവനോട് മര്യാദയ്ക്ക് നടക്കാൻ പറയണം. 5-6 മന്ത്രിമാര് കയ്യിലുണ്ട് എന്ന് വെച്ച് ഓടി ഓടി അങ്ങോട്ടില്ല. ഞാൻ MLA ഒന്നുമല്ല, ഒരു പാർട്ടിയിലേക്ക് മെമ്പർഷിപ്പും ഇല്ല. പിന്നെ എവൻ വന്ന് ചോദിച്ചാലും ഞാൻ വാരിക്കൊരു സംഭാവന കൊടുക്കും. അതിന് ഗുണമുണ്ടെന്ന് കൂട്ടിക്കോ. എന്നും പറഞ്ഞുകൊണ്ട് പ്രൊമോഷൻ മേടിച്ചു കൊടുക്കുക, സ്ഥലമാറ്റം പരിപാലിക്കുക, ഇതിലൊന്നും എന്നെ കിട്ടത്തില്ല. പൊതുജനങ്ങളെ സേവിച്ചോളാമെന്ന് ഞാൻ ആർക്കും വാക്കും കൊടുത്തിട്ടില്ല. എന്റെ ദൈവത്തിന് ഇല്ല കുറുപ്പ് സാറേ, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. ഉണ്ടാകാതിരുന്ന അവന് കൊള്ളാം. താൻ പോയേ. ഞാൻ പോയിക്കോട്ടെ. നീ എപ്പോ വന്നു? കുറച്ചേരായി. ഇരിക്കെ, ഞാനിപ്പോ വരാം. ഓ, അനന്തം വന്നിട്ട് കണ്ടില്ലേ? എന്തിനാ വിളിപ്പിച്ചെന്ന് അവൻ എന്നോട് ചോദിച്ചു. അവന്റെ ഫോട്ടോ എടുക്കാൻ, ഫ്രൈജിൽ വെച്ച് പൂജിക്കാൻ. എന്തേ പോയി കുടിക്കെടുത്തോളൂ വാടി. അവിടെ ഒരു ശൃംഗാരം. അനന്തം വന്നത് കണ്ടില്ലേ? ഏറ്റില്ലല്ലേ? എന്തിനാ വിളിപ്പിച്ചെന്ന് അച്ഛൻ പറഞ്ഞോ? ഇല്ല. എന്നാ ഞാൻ പറയാം. നിഷ്കളങ്കയായ എന്റെ ഇളയ മകൾ സുഗന്ധി ദേവിയെ ഞാൻ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ പോവാണ്. എന്റെ പൊന്നമ്മാവ, മണിക്കൂറുകൾ മാത്രം യേശുക്രിസ്തു ചുവന്ന കുരിശ് ജീവിതകാലം മുഴുവൻ എന്റെ പടലേക്ക് വെക്കാൻ പോവാണല്ലോ. പിന്നെ എങ്ങനെയുണ്ട് വക്കീലെ കേസ് കേട്ടൊക്കെ? കാര്യങ്ങൾ നടന്നു പോകാനുള്ള കേസൊക്കെ ഉണ്ട് അമ്മാവ. കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിന്റെയും പത്മാവതിയുടെയും അല്ലേ? അല്ല, ഒരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ അവളെ പോറ്റാനും ഒത്തുതീർപ്പ് വേണ്ടി വരുവോ? വിവാഹ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് തന്നെ ഒരു ഒത്തുതീർപ്പല്ലേ അമ്മാവ? സുഗന്ധിക്ക് ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല. അതെനിക്കറിയാമല്ലോ, പട്ടിണിയൊന്നും കിടക്കില്ല. കല്യാണം കഴിഞ്ഞാൽ അങ്ങോട്ട് വളരെ നല്ല സമയമാണ് എംബ്രാന്തിരി ഗണിച്ചു പറഞ്ഞത്. എന്താ പല്ലി ചെലച്ചതാ സത്യം. എന്നാൽ അത് പോരാ. എന്റെ ഒരേ ഒരു അനന്തരവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞ് പെണ്ണിന്റെ യോഗം കൊണ്ട് നന്നായ പോരാ, അതിന് മുമ്പേ നന്നാകണം. നിന്റെ കല്യാണവും സദ്യയും ഒക്കെ ഈ നാരായണക്കുറിപ്പിന്റെ അന്തസ്സിനൊത്ത് ആർഭാടമായിട്ട് തന്നെ നടക്കണം. അതേക്കുറിച്ച് സംസാരിക്കാനാണ് നിന്നെ ഞാനിപ്പോ വിളിപ്പിച്ചത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അമ്മാവന് നിർബന്ധമാണെങ്കിൽ ഞങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താം. കല്യാണം വലിയവര് സംസാരിക്കുന്നിടത്ത് കൊച്ചുപിള്ളേരെ നിൽക്കാൻ പാടില്ല. നിന്നോടല്ല, ഇവളോട്. കൊച്ചകത്ത് പോ. നീ ഇങ്ങ് വാ. ചിത്രപുരം കൊട്ടാരം റിസീവർ ഭരിക്കാൻ പോകുന്നു. അറിഞ്ഞു. കോടതിയിൽ അതിനെപ്പറ്റി ചൂടുപിടിച്ച ചർച്ചയും നടന്നു. അഡ്വക്കേറ്റ് ശങ്കരനാരായണൻ ആയിരിക്കും റിസീവർ എന്നൊരു സംസാരമുണ്ട്. എന്നാൽ ശങ്കരനാരായണനല്ല, അനന്തപത്മനാഭൻ വക്കീലാണ് ചിത്രപുരം കൊട്ടാരത്തിന്റെ റിസീവർ. അതാരെ? വന്ന് വന്ന് നിന്റെ പേര് കൂടി നീ മറന്നു പോയോടാ കഴുതേ. നീ തന്നെ ഇതൊക്കെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? റിസീവർ ഭരണം കയ്യിലോട്ട് കിട്ടി. പോയോ അനന്താ? എവിടെ കാല്? എവിടെ ആള്? അകത്തുണ്ട്. റിസീവർ സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബോധം തെളിയാ പതിവ്. ഇവിടെ ഒരാൾക്ക് ബോധം പോവുക എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവേ. അവന്റെ മനസ്സ് നിനക്ക് അറിയാമോ? ഇരട്ട കൊലപാതകം നടന്ന കൊട്ടാരമാത്. അവിടെ ചെന്ന് താമസിച്ച് ഭരിക്കാന്ന് വെച്ചാൽ ചില്ലറ കാര്യമാണ്. ഒറ്റയ്ക്കല്ലല്ലോ, ഞാനും ഇല്ലേ കൂട്ടിന്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പേടി. ഇനി മുതലേ 3 പ്രേതങ്ങളെ സഹിക്കണ്ടേ? അപ്പൊ അപ്പൂപ്പനെ കൂടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചോ? എടാ അലവലാതി, ഗുരുത്വദോഷം പറയരുത്. ആണ്ടിക്ക് ഞാൻ വയസ്സായി നോക്കണ്ട. അയ്യോ, വയസ്സായത് ആര് പറഞ്ഞു? ബേബി ഷാമിലി അല്ലയോ? അനന്ത, അമ്മാവൻ നിന്റെ കയ്യിലോട്ട് കൊണ്ടു തന്ന ഈ ഭാഗ്യം അങ്ങോട്ടല്ല എന്ന് പറഞ്ഞ് നീ തട്ടിക്കളയരുത്. അമ്മാവൻ എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കും ഇതിന് ഇറങ്ങി പുറപ്പെട്ടത്. ഏട്ടനെ കുറിച്ച് വേണ്ടാത്തൊന്നും പറയണ്ട. ഇത്രയൊക്കെ ആയിട്ട് അമ്മ പഠിച്ചില്ലല്ലോ. അമ്മയുടെ പേരിലുണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുത്തു. അതും പോരാഞ്ഞ് അച്ഛന്റെ പേരിൽ ടൗണിന്റെ കണ്ണായ ഭാഗത്തുണ്ടായിരുന്ന 63 സെന്റ് സ്ഥലം അമ്മാവന്റെ വാക്കും കേട്ട് പറഞ്ഞ ആൾക്ക് കൊടുത്തു, അതും പറഞ്ഞ വിലക്ക്. പിന്നീടാണ് മനസ്സിലായത് അത് അമ്മാവന് വേണ്ടി തന്നെയായിരുന്നു. ഇപ്പോഴവിടെ 5 നിലയുടെ ഒരു ലോഡ്ജ് പൊങ്ങിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ തന്നെയാ മേലെടുത്ത് നാരായണക്കുറുപ്പ് പെങ്ങളെ മരുമോനെയൊക്കെ സഹായിച്ചത്. അതൊന്നും വേറെ ആർക്കും വേണ്ടിയിട്ടല്ലോ. മുറപ്പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ ഈ സ്വത്തിന്റെയൊക്കെ അവകാശി അനന്തം തന്നെയല്ലേ? സോൾ ഓണർഷിപ്പ്. ഇപ്പതേ കൊട്ടാരമായി, പാലസ്.
ഓ എന്റെ കർത്താവേ, പഞ്ചാരക്കൂനയുടെ നടുവിൽ അകപ്പെട്ട ഉറുമ്പിന്റേത് പോലെ ആയല്ലോ എന്റെ അവസ്ഥ. എവിടെ മുതൽ നക്കി തുടങ്ങണമെന്ന് ഒരു പിടിയില്ലേ. അങ്ങനെ നക്കി തുടങ്ങേണ്ടി വരില്ലടാ നക്കി. റിസീവർ സ്ഥാനം ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ എഴുതി കൊടുക്കാൻ പോവാ. അനന്താ പപ്പനാവേ തകർന്നു. ചുണ്ടോളം കൊണ്ടുവന്ന മുട്ട ബിരിയാണി നീ തട്ടി തെറിപ്പിച്ച് കളഞ്ഞല്ലോ കർത്താവേ. അനന്തന്റെ മനസ്സ് പറഞ്ഞ ഞാൻ ഇനി എവിടെയാ നേർച്ച നേരേണ്ടത്? വെട്ടുകാടോ വല്ലാർ പാടത്തോ അതോ വേളാങ്കണ്ണി പള്ളിയിലോ? നീ പള്ളിയിലോട്ടാണോ പോണ്? അല്ല, പള്ളിക്കൂടത്തിൽ പോവാൻ പോവാ. നീ ഊഴമ്പാറ പോടാ. എന്ത് വഴിപാട് നടത്തിയിട്ടും കാര്യമില്ല. അവനവനും കൂടി താല്പര്യം ഉണ്ടാവണം. എന്നിട്ടും അനന്തേട്ടന്റെ പേരിൽ ഞാനൊരു മൃത്യുഞ്ജയ ഹോമം നടത്തി. ഇനി പേടിയുണ്ടാണെങ്കിൽ അതങ്ങ് മാറിക്കോട്ടെ എന്ന് കരുതി. പേടിയും കോപ്പൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. കേരള ചരിത്രത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു കൊട്ടാരത്തിന്റെ ചുമതലയൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഏറ്റെടുക്കാന്ന് വെച്ചാൽ അതൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാ സുഗന്ധി. റിസ്ക് എടുത്തിട്ടുള്ളവരെ ലൈഫ് വിൻ ചെയ്തിട്ടുള്ളൂ. എന്നും ഒത്തുതീർപ്പും കരാട്ടയും കളരിയായിട്ട് നടന്നാ മതിയോ? അപ്പൊ കുരിശ് എന്റെ തലയെ കെട്ടി വെക്കണമെന്നാണ് നീ പറയുന്നത്? എത്ര പേരെ വെറുപ്പിച്ചിട്ടാ അനന്തേട്ടന് വേണ്ടി അത് ശരിയാക്കിയെന്നറിയോ? അതിനുവേണ്ടി അച്ഛൻ എന്തുമാത്രം ബുദ്ധിമുട്ടെന്നറിയാമോ? നിന്റെ അച്ഛന്റെ ബുദ്ധിമുട്ട് മാങ്ങാ തൊലി, എന്താ പഴത്തൊലി കളയട്ടെ എന്ന്. അനന്തേട്ടൻ 4 ആള് ശ്രദ്ധിക്കുന്ന ഒരു സ്ഥാനത്തെത്തിയ എനിക്കും അതൊരു അഭിമാനമല്ലേ? നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ആ കൊട്ടാരത്തിന്റെ ചുമതല ഏറ്റെടുക്കാൻ ഞാൻ റെഡി. ഇതാ താക്കോൽ. പേടിക്കാതെ ധൈര്യമായിട്ട് മേടിച്ചോളൂ, ഞാനില്ലേ കൂടെ. കോടതി മുദ്രവയ്ക്കുന്നതിന് മുമ്പുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ലിസ്റ്റായത്. ഒത്തു നോക്കിക്കോളൂ. 10-200 കൊല്ലത്തെ പഴക്കമുള്ള കൊട്ടാരായത്. 2 കൊലപാതകം വേറെയും. അതുകൊണ്ടൊരു ഹോമം നടത്തിയിട്ട് ഭരണം തുടങ്ങുന്നതാ നല്ലത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും കാണാം. അയാള് പറഞ്ഞതിൽ എന്തോ ഒരു ധ്വനി ഉണ്ടല്ലോ. എന്താ ഇങ്ങനെ മുറുക്കെ പിടിക്കുന്നേ? ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇരുമ്പ് കയ്യിലുള്ളത് നല്ലതാ. മെല്ലെ. എടോ കോന്തം വക്കീലേ, വീണത് താനല്ല ഞാനാ. വെറും വീഴ്ചയല്ല, മൂക്കും കുത്തിയാ വീണത്. കൊട്ടാരം ഭരിക്കാൻ കിരീടവും ചെങ്കോലും ഒരുക്കിയിരുന്നതാ. എന്നിട്ടിപ്പോ എന്തായി? ആ നാരായണക്കുറുപ്പ് അനന്തരവന് വേണ്ടി ഇത്രയും മൂളി പിടിക്കുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? എന്റെ നേരെ ഓർക്കാപ്പുറത്തുള്ള ഒരു ആക്രമണമായിരുന്നില്ലേ? ഞാനും എന്റെ മക്കളും അനുഭവിക്കേണ്ട കൊട്ടാരത്തിലാ ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു ചെക്കൻ കയറി ഭരിക്കണത്. എന്തോന്ന് ഭരിക്കാൻ? ഭൂതപ്രേത പിശാചുകളുടെ ആവാസ കേന്ദ്രം അവിടം. അവിടെ മനസ്സമാധാനത്തോടെ ഭരിക്കണമെങ്കിലേ കുറച്ച് ചങ്കൂറ്റം വേണം. അതല്ല, ഇനി അവരുടെ ഭരണം തുടരാനാണ് പ്ലാനെങ്കിൽ വാർമ വിഷമിക്കണ്ട. ഇന്നേ 7-ന്റെ അന്ന് ആ കേസില്ലാ വക്കീലിനെയും ഗുമസ്തനെയും അവിടുന്ന് ചാടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വർമ്മയോർത്തിട്ട് മാത്രമല്ല, ഞാൻ സ്വപ്നം കണ്ട സിംഹാസനത്തിലാവൻ കയറിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ശങ്കരനാരായണൻ മോണയല്ലെന്ന് അവൻ അറിയും. തീക്കൂനയ്ക്ക് മുന്നിൽ തീക്കൊള്ളിക്ക് എന്ത് സ്ഥാനമുണ്ടെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം. അനന്ത, ചെലങ്കയുടെ ശബ്ദം. കോപ്പ് താക്കോല. ആണോ? അനന്ത, എനിക്കിവിടെ ജീവിക്കാൻ പ്രയാസമാണ്. നമുക്ക് റിസീവർ സ്ഥാനം ത്യജിച്ച് പഴയ ഒത്തീർപ്പ് തന്നെ തുടങ്ങിയാലോ? ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയരുത്. എന്നെ ഇതിനകത്തോണ്ട് ചാടിച്ച് നീയല്ലേ. എന്നിട്ടിപ്പോ അയ്യോ, കൊട്ടാരം എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ചുക്കിരി വേലയും പിടിച്ച് വാതയും വവ്വാലുമായിട്ട് കിടക്കുന്ന സ്ഥലമാണെന്ന് ഞാൻ കരുതിയോ? പിന്നെ സാർ എന്താ കരുതിയത്? സപ്രമഞ്ചത്തി മലർന്ന് കിടന്ന് മൃഷ്ടാന ഭോജനം അടിച്ച് തോഴിമാര് വെഞ്ചാമരം വെച്ച് തരുമെന്ന് വിചാരിച്ചോ? മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് ഇവിടെ കഴിഞ്ഞോണം. കഴിഞ്ഞോളാം.
ആദ്യം ഇതിനകമൊക്കെ ഒന്ന് തുറന്നു കാണാം, എന്നിട്ട് കർത്താവ് തീരുമാനിക്കട്ടെ ഇവിടെ കിടന്ന് ഉറങ്ങണോ അതോ ഇവിടെ കിടന്ന് ചാടണോ. ഞാൻ തീരുമാനിച്ചു. ഇവരെന്തിനാ നമ്മൾ അടിച്ചത്? നീ പറഞ്ഞില്ലേ കർത്താവ് തീരുമാനിച്ചായിരിക്കും. ആ, ഇനി നീ തീരുമാനിക്ക് ഇവിടെ താമസിക്കണോ അതോ വേണ്ടെന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ? ഞാൻ ഏതായാലും ഇവിടെ താമസിക്കാൻ തന്നെ തീരുമാനിച്ചു. നിനക്ക് നിന്റെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്നാ ഞാൻ പോവാടാ. പോടാ. ആ. പിശാച് വരുന്നു. ഞാൻ പോണില്ല. ബാ. ഹ.